എല്ലാവർക്കും നമസ്കാരം. PT അസ്ട്രോളജിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ജഗന്നാഥഹോരയിലെ കുറച്ച് സെറ്റിങ്സുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ ജഗന്നാഥഹോര ഓപ്പൺ ചെയ്യുകയാണ്. അതിൽ അഞ്ചാമത്തെ ഒരു ഓപ്ഷൻ, മുകളിൽ അഞ്ചാമത് കാണുന്ന പ്രിഫറൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും കുറച്ച് ഓപ്ഷൻസ് ഓപ്പൺ ചെയ്ത് വരും. അതിൽ റിലേറ്റഡ് ടു കാൽക്കുലേഷൻസ് എന്ന ഒരു ഓപ്ഷൻ എടുക്കുകയാണ് എങ്കിൽ നമുക്ക് വീണ്ടും ഒരുപാട് ഓപ്ഷൻസ് അതിൽ സബായിട്ട് കാണാൻ പറ്റും. അതിൽ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് സൂര്യ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ അതോ ദൃക്സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ നമ്മൾ ഒരു ഗ്രഹനില തയ്യാറാക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ്. ഡീഫോൾട്ടായിട്ട് ഇതിൽ ദൃക്സിദ്ധാന്തത്തിലാണ് ഉള്ളത്. അത് തന്നെ ആയിരിക്കും കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതി എന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമതായിട്ടുള്ളത് സൂര്യ സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കിയാണ്. നമ്മുടെ ആൻഷ്യൻ്റ് ആയിട്ടുള്ള ഋഷിമാരൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു ടെക്നിക്കലായിട്ടുള്ള ഒരു കാര്യമാണത്. വേണമെങ്കിൽ നമ്മൾക്കതും യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ രണ്ടെടുത്തു കഴിഞ്ഞാലും വലിയ വ്യത്യാസമൊന്നും നമ്മൾക്ക് ഗ്രഹനിലയിലെ സ്ഫുടങ്ങളിലൊന്നും കാണാൻ സാധിക്കുന്നില്ല. പിന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഓപ്ഷൻ എന്ന് പറയുന്നത് അയനാംശമാണ്. ഒരുപാട് അയനാംശം യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതിലുണ്ട്. നമ്മൾക്ക് ഡിഫോൾട്ടായിട്ട് ഇതിലുണ്ടാകുക ലാഹിരി അയനാംശമാണ്. അതുതന്നെയാണ് ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ ഓരോരോ ജ്യോതിഷികൾ, പ്രശസ്തരായിട്ടുള്ള ചില ജ്യോതിഷികൾ അവർക്ക് ലാഹിരി അയനാംശത്തിൽ അത്ര വലിയ വിശ്വാസമില്ലാത്തത് കൊണ്ട് അവരുടേതായിട്ടുള്ള അയനാംശങ്ങളൊക്കെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾക്കത് അനുകൂലമാണ് എന്ന് തോന്നുകയാണെങ്കിൽ അതിനെയും നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. പുഷ്യപക്ഷ അയനാംശം, രാമൻ അയനാംശം, കൃഷ്ണമൂർത്തി അയനാംശം, ചന്ദ്രഹരി, ജയൻ, ഭാസിൻ, യുക്തേശ്വർ, അങ്ങനെ ഓരോരോ അയനാംശങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ കൂടുതലും പേഴ്സണലായിട്ട് ഉപയോഗിക്കുന്നത് ചന്ദ്രഹരി അയനാംശമാണ്. എൻ്റെ ഒബ്സർവേഷനിലൊക്കെ അതാണ് കുറച്ചുകൂടി ഒരു കറക്റ്റായിട്ട് യോജിച്ച് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളേതായിട്ടുള്ള രീതിയിൽ ഏതാണ് യോജിച്ചത് എന്ന് തോന്നുന്നതിനനുസരിച്ച് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ അയനാംശം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഓപ്ഷൻ അവിടെ കഴിഞ്ഞു. പിന്നീടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് പ്ലാനറ്റ് കാൽക്കുലേഷൻസ് ഓപ്ഷൻസ് ആണ്. അതിനുശേഷം ഉപഗ്രഹ കാൽക്കുലേഷൻസ്, ഡിവിഷണൽ ചാർട്ട് കാൽക്കുലേഷൻസ്. ഇതിൽ പലതും നമ്മൾ ഡിഫോൾട്ടായിട്ട് വെക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾ വലിയ രീതിയിലൊന്നും റിസർച്ച് നടത്താത്ത ആളാണെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യം പലപ്പോഴും വരാറില്ല. ഇപ്പോൾ പ്ലാനറ്റ് കാൽക്കുലേഷൻസ് ഓപ്ഷൻസിലാണെങ്കിൽ അതിൻ്റെ പൊസിഷൻസ് ജിയോസെൻട്രിക് ആയിട്ട് വേണോ ടോപ്പോസെൻട്രിക് ആയിട്ട് വേണമോ, അങ്ങനെ രാഹുകേതുക്കളുടെ പൊസിഷൻസ് അവിടെയൊക്കെ കാണാൻ പറ്റും. ഇതൊക്കെ ഡിഫോൾട്ടായിട്ട് വിടുന്നത് തന്നെയാണ് നമ്മൾക്ക് നല്ലത്. കൂടുതൽ റിസർച്ച് നിങ്ങൾക്ക് ആവശ്യമാണ് തോന്നുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി പരിശോധിക്കാവുന്നതാണ്. പിന്നെ അതിൽ ഉള്ള ഡിവിഷണൽ ചാർട്ട് കാൽക്കുലേഷൻസ് ഓപ്ഷൻസ് ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ വളരെ കൂടുതൽ പ്രചാരത്തിലുള്ള ഒരു സിസ്റ്റമാണ് ഡിവിഷണൽ ചാർട്ടിൻ്റെ സിസ്റ്റം. അതിൽ നിങ്ങൾക്ക് ഓരോരോ ഡിവിഷണൽ ചാർട്ടിനും പല രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതികളുണ്ട്. പരിവൃത്തി, പരാശരി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിലേതാണോ നമ്മൾക്ക് വേണ്ടത് അത് ഡിഫോൾട്ടായിട്ട് നമ്മളിവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിവിഷണൽ ചാർട്ട് നമ്മൾ എടുക്കുമ്പോൾ തന്നെ അതിനനുസരിച്ചുള്ള കാൽക്കുലേഷൻസിലുള്ള ഡിവിഷണൽ ചാർട്ട് തന്നെ നമുക്ക് ലഭിക്കും. അപ്പോൾ അത്രയാണ് ഡിവിഷണൽ ചാർട്ടിൻ്റെ ആയിട്ടുള്ള സെറ്റിങ്സുകൾ. ശേഷം നിങ്ങൾക്ക് നോഡൽ എക്സാൾട്ടേഷൻ ആൻഡ് ഡെബിലിറ്റേഷൻ സൈൻ ഓപ്ഷൻസ്, അതായത് രാഹുകേതുക്കളെ അവരുടെ ഉച്ചവും നീചവും ഒക്കെ ഓരോരോ ആചാര്യന്മാർ ഓരോ വിധത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചിലവരതിന് മിഥുനം രാശി എക്സാൾട്ടേഷനായിട്ട് കൊടുത്തിട്ടുണ്ട് രാഹുവിന്, ചിലവർ ഇടവൻ രാശി. ഏതാണ് വേണ്ടത് എന്നനുസരിച്ച് നമ്മൾ ചൂസ് ചെയ്താൽ അത് വേണ്ടയെടുത്ത് ആ കാൽക്കുലേഷൻസിൽ അത് അടിസ്ഥാനപരമായിട്ട് എടുത്ത് കാൽക്കുലേഷൻസൊക്കെ തരും. അപ്പോൾ അതാണ് അവിടെ രാഹുകേതുക്കളുടെ വിഷയത്തിൽ. അതിനുശേഷം ചരകാരക സ്കീം, 7 കാരകന്മാരുള്ള സ്കീം, 8 കാരകന്മാരുള്ള സ്കീം, അതായത് രാഹുവിനെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള അത് വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഏതാ വേണ്ടതെന്നനുസരിച്ച്. പിന്നെ സൺറൈസ്, സൺസെറ്റ്, അതിൻ്റെ ഓപ്ഷൻസ്, അങ്ങനെ ഓരോരോ കാര്യങ്ങളുണ്ട് ഇവിടെ. അതിൽ പലതും നമ്മൾക്ക് അടിസ്ഥാനപരമായിട്ട് ബേസിക്കായിട്ട് തുടക്കക്കാർക്കൊന്നും പലതും അറിയണം എന്നില്ല. അതൊന്നും പലപ്പോഴും ആവശ്യവും വരാറില്ല. അതുകൊണ്ട് കാൽക്കുലേഷൻസിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇത്രയൊക്കെ ആയിട്ടാണ് നമ്മൾ നോക്കേണ്ടത്. പിന്നെ കാൽക്കുലേഷൻസ്
നമ്മൾ അവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെയുള്ള ഗ്രഹനില നമ്മൾക്ക് 2 ചാർട്ട് വ്യൂവിലാണ് ഇതിലുള്ളത്. പല രീതിയിൽ നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ സ്റ്റൈലിലൊക്കെ നമ്മൾക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ രാശിചക്രത്തിൻ്റെ ആ സ്ഥാനത്ത് നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ഡിവിഷൻ ചാർട്ട് വേണമെങ്കിൽ അതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ കാണും. നിങ്ങൾക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രാശിചക്രം തന്നെ വേണമെങ്കിൽ അവിടെ രാശിചക്രം തന്നെ വയ്ക്കാം. ശേഷം ഭാവചക്രം വേണമെങ്കിൽ അതെടുക്കാവുന്നതാണ്. അപ്പോൾ ഭാവചക്രം അവിടെ വന്നു. അതിനുശേഷം നവാംശം അവിടെ വേണമെങ്കിൽ നവാംശം ക്ലിക്ക് ചെയ്താൽ നവാംശം വരും. ശേഷം ഹോരാദ്രി കാണാൻ ചതുർത്ഥാംശം ഇതിൽ ഏതാണോ നമ്മൾക്ക് കാണേണ്ടത് ആ ഡിവിഷണൽ ചാർട്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിവിഷണൽ ചാർട്ട് അവിടെ വരും. ഇനി ഡിവിഷണൽ ചാർട്ടിൽ തന്നെ നമുക്ക് ഡിഫറെൻ്റ് ഓപ്ഷൻസ് ഉണ്ടാവും. അത് വീണ്ടും നമ്മളവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നവാംശമാണോ നമ്മൾ എടുത്തിട്ടുള്ളത് എങ്കിൽ ആ നവാംശത്തിൻ്റെ അവിടെ പോയി നമ്മൾ മൗസ് വയ്ക്കുകയാണെങ്കിൽ ഏത് നവാംശം വേണ്ടതാണെന്ന് നമുക്കിവിടെ ചൂസ് ചെയ്യാൻ പറ്റും. അത് ഓരോ ഡിവിഷണൽ ചാർട്ടിനും ഉണ്ട്. ഞാനിവിടെ ഉദാഹരണമായിട്ട് നവാംശം എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. പരാശര നവാംശം വേണമെങ്കിൽ എടുക്കാം, കാലചക്ര നവാംശം, അങ്ങനെയുള്ള പല ഓപ്ഷൻസും അവിടെയുണ്ട്. നിങ്ങൾക്ക് അനുയോജ്യമായതൊക്കെ അവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. സാധാരണയായിട്ട് നമ്മളിത് വെക്കാറ് രാശി മുകളിലും നവാംശം താഴെയാണ്. വേറെ ഏതെങ്കിലും നവാംശത്തിന് കൂടാതെ നമുക്ക് സപ്താംശം വേണമെങ്കിൽ ആ രണ്ടാമത്തെ അടിയിലുള്ള ആ രാശിചക്രത്തിൻ്റെ അവിടെ വെച്ച് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് വേണ്ട ഡിവിഷണൽ ചാർട്ട് നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഒരു ഡിവിഷണൽ ചാർട്ട് നമുക്കിവിടെ ലഭിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രഹങ്ങളുടെ സ്ഫുടങ്ങളും കാര്യങ്ങളും അറിയണമെങ്കിൽ നമ്മൾ ആ വലതുവശത്തുള്ള ഗ്രഹങ്ങളും അതിൻ്റെ സ്ഫുടങ്ങളും എഴുതിയ ഭാഗത്ത് കൊണ്ടുവന്നിട്ട് നമ്മളവിടെ ഒരു റൈറ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ മുകളിൽ ചൂസ് ദ ഡിവിഷണൽ ചാർട്ട് ഫോർ ലോങ്ങിറ്റ്യൂഡ്സ് അവിടെ നമ്മൾ നവാംശം ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെക്കുക. അവിടെ നവാംശം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ നവാംശത്തിലുള്ള സ്ഫുടങ്ങളാണ് നമുക്കവിടെ കാണാൻ പറ്റുക. അവിടെ ലഗ്നം വൃശ്ചികമാണ്. ലഗ്നത്തിൽ 23 ഡിഗ്രി, വൃശ്ചിക ലഗ്നത്തിൽ 23 ഡിഗ്രി 41 മിനിറ്റ് പോയതായിട്ട് നമുക്ക് കാണാം. ഈ രീതിയിൽ നമുക്ക് ഓരോ വർഗ്ഗചക്രങ്ങൾ എടുത്തു കഴിഞ്ഞ് ആ വർഗ്ഗചക്രങ്ങളിൽ എങ്ങനെയാണ് സ്ഫുടങ്ങൾ വന്നിട്ടുള്ളത് എന്നും നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. സാധാരണയായിട്ട് നമ്മൾ രാശിചക്രത്തിൻ്റേത് തന്നെയാണ് വെക്കാറ്. അതങ്ങനെ തന്നെ വെക്കുന്നതാണ് നല്ലത്. പിന്നെ ആവശ്യത്തിനനുസരിച്ച് ഡിവിഷണൽ ചാർട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾക്ക് മാറ്റാവുന്നതാണ്. പിന്നെ ദശകളിൽ ചില കാൽക്കുലേഷൻസൊക്കെ നമുക്കിവിടെ കാണാം. ദശ ഡിഫോൾട്ടായിട്ട് വിംശോത്തരി ദശയാണ് ഇതിലുള്ളത്. പലതരം ദശകൾ നമുക്കിവിടെ ഉപയോഗിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇനി ദശകളിൽ തന്നെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള അപഹാരങ്ങൾ വരും. അപഹാരങ്ങളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യന്തരദശ അങ്ങനെ ഏകദേശം 5-6 ലെവൽ വരെ നമുക്ക് താഴോട്ട് സൂക്ഷ്മമായിട്ട് ഗണിച്ചെടുക്കാൻ പറ്റുന്ന വളരെ നല്ലൊരു സോഫ്റ്റ്വെയറും കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ഇത് ഫ്രീ ആയിട്ട് ലഭിക്കുക എന്ന് പറയുന്നത് നമ്മളെപ്പോലെയുള്ള ജ്യോതിഷ വിദ്യാർത്ഥികൾക്കും ഗവേഷണ തൽപരരായിട്ടുള്ളവർക്കും വലിയൊരു ഭാഗ്യം തന്നെയാണ് എന്നാണ് പറയേണ്ടത്. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ഇത്രയും കാര്യങ്ങളാണ് കാൽക്കുലേഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.